നമസ്കാരം. മനുഷ്യനുണ്ടായ കാലം തൊട്ട് ഇന്ന് വരേക്കും മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കാനും ഏകദൈവ വിശ്വാസത്തെ ബലപ്പെടുത്താനുമായി ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. അതിൽ നിന്ന് പ്രധാനപ്പെട്ട 5 പേരെയും അവർക്ക് ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളും അവരുടെ പദവികളും എന്തൊക്കെയായിരുന്നു എന്നാണ് നമ്മളിന്ന് വിശദമായി നോക്കാൻ പോകുന്നത്. ഇതൊരു തുടക്കമാണ്. ഇതിന് ശേഷം ഈ ഓരോരുത്തരെക്കുറിച്ചുമുള്ള വിശദമായിട്ടുള്ള വീഡിയോകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു തുടക്കമെന്ന രീതിയിൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിത് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ 5 മഹാപ്രവാചകന്മാരെ കുറിച്ചാണ് പറയുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് നൂഹ് നബിയെക്കുറിച്ചാണ്. അപ്പോൾ നൂഹ് അലൈഹിസ്സലാമിനെ കുറിച്ചാണ് ആദ്യം നോക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനം മാനവരാശിക്ക് ശേഷം മികച്ച പുനരുദ്ധാരണ പ്രവാചകനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ ഒരു ദൈവത്തെ മാത്രം ആരാധിക്കാൻ മനുഷ്യരെ ക്ഷണിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു ദൗത്യം പാപത്തിൽ മുങ്ങിയിരുന്ന ജനങ്ങളെ മുന്നറിയിപ്പ് നൽകുക എന്നുള്ളതുകൂടിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായ അത്ഭുതങ്ങൾ: 1. വലിയ കപ്പൽ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചത് ഒരു അത്ഭുതമായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ മഹാപ്രളയത്തിൽ വിശ്വാസികളെ രക്ഷിച്ചതും അദ്ദേഹമാണ്. അതും അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതമായിട്ട് കണക്കാക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 950 വർഷത്തെ ദൗത്യം അദ്ദേഹം ചെയ്തതായിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും ക്ഷമയുള്ള പ്രവാചകനായിട്ട് അദ്ദേഹത്തെ കണക്കാക്കുന്നു. അടുത്തതായി ഇബ്രാഹിം നബിയെക്കുറിച്ചാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ദൈവത്തിൻ്റെ സുഹൃത്ത് ഖലീലുള്ള എന്ന് അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ദൗത്യങ്ങൾ വിഗ്രഹാരാധനയ്ക്കെതിരെ ഏകദൈവ വിശ്വാസം സ്ഥാപിക്കൽ എന്നതായിരുന്നു. മറ്റൊരു ദൗത്യം ഭൂമിയിലെ പ്രവാചക വംശത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ അഗ്നി ഇബ്രാഹീമിനെ ദഹിപ്പിച്ചില്ല എന്നതാണ്. മാത്രവുമല്ല, ആ അഗ്നിക്കുള്ളിലും ഇബ്രാഹിം തണുക്കുകയും സമാധാനത്തോടെ ഇരിക്കുകയും ചെയ്തു. മറ്റൊരു അത്ഭുതം എന്തെന്നാൽ സൂക്ഷ്മമായ പരീക്ഷണങ്ങളിൽ അദ്ദേഹം വിജയിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മുഹമ്മദ്, മൂസ, ഈസ എന്നിവരുടെ എല്ലാം പിതൃവംശമായിരുന്നു അദ്ദേഹം. കൗബയുടെ നിർമ്മാണവും അദ്ദേഹം തൻ്റെ മകനും ഇസ്മായിലും കൂടിയാണ് നിർവഹിച്ചത്. അടുത്തത് മൂസ നബിയാണ്. സ്ഥാനം ദൈവവുമായി നേരിട്ട് സംസാരിച്ച പ്രവാചകൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ദൗത്യം ഫിർഔനിൽ നിന്ന് ബനി ഇസ്രായേൽ ജനത്തെ രക്ഷിക്കൽ ആയിരുന്നു. മറ്റൊന്ന് ദൈവനിയമം, അതായത് ശരീഅത്ത് മനുഷ്യർക്കായി കൊണ്ടുവരിക എന്നുള്ളതുകൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ കടലിനെ 2 പിളർത്തിയതും ലാത്തിയെ പാമ്പാക്കി മാറ്റിയതും കൈ പ്രകാശം പുറപ്പെടുവിക്കുന്ന രീതിയിലാക്കിയതും പല മഹാത്ഭുതങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായി. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മുഴുവൻ രാഷ്ട്രത്തെ നയിച്ച ഒരു പ്രവാചകനായിരുന്നു അദ്ദേഹം. മാത്രവുമല്ല, വലിയ ഗ്രന്ഥമായിട്ടുള്ള തൗറാത്ത് ദൈവത്തിൽ നിന്ന് നേടുകയും ചെയ്തു. നമുക്ക് ഈസ നബി അഥവാ യേശു നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അൽ മസീഹ് അല്ലെങ്കിൽ തെരഞ്ഞെടുത്ത പ്രവാചകൻ എന്നായിരുന്നു അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. ഈ മസീഹിൻ്റെ കാര്യം പറയുമ്പോൾ ജൂതന്മാർ ഒരിക്കലും മസീഹിനെ മസീഹ് എന്ന് അല്ലെങ്കിൽ മിഷിഹ എന്ന് അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ കാരണം നമുക്ക് വ്യക്തമായി തന്നെ മറ്റൊരു വീഡിയോയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹം ഒരു ദരിദ്രനായ കുടുംബത്തിൽ നിന്ന് ആകയാൽ ആയിരുന്നു അദ്ദേഹത്തെ അവർ മിഷിഹ ആയിട്ട് അംഗീകരിക്കാത്തത്. അവർ പ്രതീക്ഷിച്ചിരുന്നത് രാജകുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരെ നയിക്കാൻ ശേഷിയുള്ള ഒരാൾ അവരിലേക്ക് വരുമെന്നായിരുന്നു. എന്നാൽ ഇവിടെ ആത്മീയമായ ഒരു നേതാവാണ്, ഒരു പ്രവാചകനാണ് അവരിലേക്ക് വന്നത്. അത് കാരണമായാണ് അവർ അദ്ദേഹത്തെ അംഗീകരിക്കാതിരുന്നത്. നമുക്ക് ഈ വിഷയത്തിലേക്ക് വരാം. അദ്ദേഹത്തിൻ്റെ ദൗത്യം വഴിതെറ്റിയിരുന്ന ബനി ഇസ്രായേലിനെ തിരുത്തുക എന്നുള്ളതായിരുന്നു. മൂസയുടെ നിയമത്തെ ശരിയാക്കുക എന്നുള്ളത് കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുരുടന്മാരെ അദ്ദേഹം സുഖപ്പെടുത്തി, കുഷ്ഠരോഗികളെ സുഖപ്പെടുത്തി, മരിച്ചവരെ ദൈവത്തിൻ്റെ അനുമതിയാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മാത്രവുമല്ല, അദ്ദേഹം ചെറുപ്പത്തിലെ സംസാരിക്കുക എന്നൊരു അത്ഭുതം കൂടി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ: ആദമിന് ശേഷം പിതാവില്ലാതെ ജനിച്ച ഒരു പ്രവാചകനായിരുന്നു ഈസ. ദൈവം സ്വർഗത്തിലേക്ക് അദ്ദേഹത്തെ ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അവസാന കാലത്ത് അദ്ദേഹം തിരിച്ചു വരും എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അവസാനത്തെ പ്രവാചകൻ എന്ന വിശേഷണമുള്ള എന്ന സ്ഥാനമുള്ള മുഹമ്മദ് നബിയെക്കുറിച്ചാണ്. സയ്യിദുൽ അംബിയ എന്നൊരു സ്ഥാനം കൂടെ അദ്ദേഹത്തിനുണ്ട്, അതായത് മികച്ച പ്രവാചകൻ എന്നുകൂടെ. അദ്ദേഹത്തിൻ്റെ ദൗത്യം ലോകമൊട്ടാകെയുള്ള ഏകദൈവ വിശ്വാസത്തെ സ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. മറ്റൊരു ദൗത്യം ശരീഅത്തിനെ പൂർണ്ണ രൂപത്തിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. മൂന്നാമത്തെ ദൗത്യം ഭൂമിയിലെ അന്തിമ മാർഗദർശനം, അതായത് ഖുർആൻ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അത്ഭുതമായിട്ട് കാണാൻ സാധിക്കുന്നത് ഖുർആൻ തന്നെയാണ്. അതായത് ശാശ്വതമായിട്ടുള്ള ഒരു മഹാത്ഭുതമാണത്. യാതൊരു വെട്ടിത്തിരുത്തലുകളോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടാവാതെ ലോകാവസാന കാലം വരെയും നിലനിൽക്കുന്ന ഖുർആൻ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അത്ഭുതം. മറ്റൊന്ന് ചന്ദ്രനെ 2 പിളർത്തി
ബദർ, ഉഹുദ് യുദ്ധങ്ങളിലെ അത്ഭുതങ്ങളെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിൻ്റെ അത്ഭുതങ്ങളായിരുന്നു. മറ്റൊന്ന്, അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങളെല്ലാം യാഥാർത്ഥ്യമായതുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പൂർണ്ണമായിട്ടുള്ള മാതൃകയായിരുന്നു. പൂർണ്ണ ശരീഅത്ത് എല്ലാ പ്രവാചകരുടെയും സ്വപ്നം പൂർത്തിയാക്കിയ റഹ്മത്തുല്ലിൽ ആലമീൻ എന്ന ഒരു പേര് കൂടി അദ്ദേഹം കരസ്ഥമാക്കുന്നുണ്ടായി. നമുക്ക് ചുരുക്കത്തിൽ ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രവാചകന്മാരും അവരുടെ പ്രത്യേക പദവികളും ദൗത്യം നമുക്ക് പെട്ടെന്ന് നോക്കാം. നൂഹ് സഹനത്തിൻ്റെ മാതൃകയായിരുന്നു. മനുഷ്യരെ പുനരുദ്ധരിക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അതുപോലെ ഇബ്രാഹിം ദൈവത്തിൻ്റെ സുഹൃത്ത് എന്നറിയപ്പെട്ടു. ഏകദൈവ വിശ്വാസത്തിൻ്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെട്ടു. മൂസ ദൈവം സംസാരിച്ച പ്രവാചകൻ എന്നറിയപ്പെട്ടു. ഒരു വലിയ രാഷ്ട്രത്തിന് നിയമം നൽകുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. ഈസ, അതായത് മിശിഹ, വഴുതിപ്പോയ ബനി ഇസ്രായേലിനെ തിരുത്തുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. അടുത്തതായി മുഹമ്മദ്, അവസാനത്തെ പ്രവാചകൻ. അദ്ദേഹം ലോകത്തിന് അന്തിമ മാർഗ്ഗനിർദ്ദേശം നൽകുക എന്നുള്ളതായിരുന്നു. നമ്മളെ വീഡിയോകളെല്ലാം കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ചില വീഡിയോകൾ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളോട് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അതുപ്രകാരം ആ വീഡിയോകൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഈ കാര്യങ്ങളെ ചെറിയ പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എന്നതാണ്. ഈ ചെറിയ പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊരു വലിയ തുടക്കത്തിൻ്റെ മുന്നോടിയാണ്. ഉടനെ തന്നെ നമ്മൾ ആ ഒരു വിഷയം ചെയ്യുന്നതായിരിക്കും. അതായത് ഈസ നബി എന്തുകൊണ്ട് പ്രവാചകനായി, എന്തുകൊണ്ട് അദ്ദേഹം ദൈവമല്ല, എന്തുകൊണ്ട് ഈസ നബിയെ ജൂത സമൂഹം അംഗീകരിച്ചില്ല, എന്തുകൊണ്ട് ക്രിസ്തീയ സമൂഹം മുഹമ്മദ് നബിയെ അംഗീകരിച്ചില്ല എന്നൊക്കെയുള്ള കാരണങ്ങളെ നമ്മൾ വിശദമാക്കി തന്നെ ചർച്ച ചെയ്യുന്നതായിരിക്കും. അതിലൂടെ ഓരോ ജനവിഭാഗങ്ങളും അവർക്ക് ശേഷം വന്ന പ്രവാചകരെ അംഗീകരിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നും നമ്മൾ വിശദമായി തന്നെ നോക്കുന്നതാണ്. മാത്രവുമല്ല, അവർക്ക് ശേഷം വന്ന പ്രവാചകരെക്കുറിച്ചുള്ള അവരുടെ തന്നെ ഗ്രന്ഥങ്ങളിൽ നിന്നുള്ള സൂചനകളെ എല്ലാം അടിസ്ഥാനമാക്കി വളരെ വിശദമായിട്ട് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ചെയ്യാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ വീഡിയോ കണ്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹവും അറിയിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ കമൻറ്റിലൂടെ തന്നെയാണ് പുതിയൊരു വീഡിയോയ്ക്ക് തുടക്കമുണ്ടാകുന്നത്. ആകയാൽ നിങ്ങളെല്ലാവരും നമ്മളുടെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും ആരംഭിക്കണം. നമുക്ക് ചർച്ചകൾ തുടരാം, നമുക്ക് വീഡിയോകൾ ചെയ്യാം, നമുക്ക് സത്യത്തെ അന്വേഷിക്കാം. എനിക്കറിയാം, ഞാനും നിങ്ങളെപ്പോലെ സത്യം അന്വേഷിക്കുകയാണ്. ഞാനും നിങ്ങളെപ്പോലെ തന്നെ സത്യത്തെ അന്വേഷിക്കുകയാണ്. നിങ്ങളും എന്നെപ്പോലെ സത്യത്തെ അന്വേഷിക്കുകയാണ്. സത്യത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത സത്യങ്ങളിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും നല്ലത്. സത്യമാണെന്ന് മനസ്സിലാക്കുന്ന പക്ഷം, അതിനെ അംഗീകരിക്കാൻ നാം തയ്യാറാവാത്ത പക്ഷം, ആ സത്യത്തിലേക്ക് നമ്മൾ പോകുന്നതിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് ഏറ്റവും ഉചിതമായ മാർഗമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അടുത്തൊരു വിഷയവുമായിട്ട് വീണ്ടും നിങ്ങളിലേക്ക് വരും. നന്ദി.